നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കഥാപരിസരമാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും ഡയലോഗുകളൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. ഡയലോഗ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് എത്ര നാളും നമ്മൾ സ്വയം നമ്മളെ റെസ്ട്രിക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ പെർഫോമൻസിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന വ്യത്യാസം എത്രത്തോളം ഉണ്ടായിരുന്നു പ്രമേയത്തിൽ? ഇത് ഒരു സങ്കല്പത്തിലുള്ള ഒരു കഥാപാത്രമാണല്ലോ. അപ്പം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇമാജിനേഷൻ പോലെയാണ്. അപ്പം അറിയില്ല, അങ്ങനെ ഒരു പറയാൻ പറ്റില്ല. അതാണ് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കണ്ടുനോക്കി 2 ദിവസം കഴിഞ്ഞ് എന്നിട്ട് പറയാം. ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചപ്പോ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു. ഇവിടെയാണ് ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചപ്പോ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുപേരും? ദുൽഖറിന്റെ കൂടെയാണ് എന്റെ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് മമ്മൂക്കയുടെ അടുത്തോട്ട് വരുമ്പോൾ നമുക്ക് എല്ലാ ആക്ടേഴ്സിന്റെയും ഒരു ആഗ്രഹമാണ് മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമയൊക്കെ ചെയ്യാൻ തുടങ്ങാം. അത് ഭയങ്കരമായിരുന്നു. അല്ലാതെ ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് മമ്മൂക്കയായിട്ടിങ്ങനെ അതായത് ആക്ടർ ആവാൻ വേണ്ടി വന്നാണ്. ആ സമയത്ത് 21 വയസ്സിലുള്ള മമ്മൂക്കയായിട്ട് സംസാരിക്കാനൊരു ചാൻസ് കിട്ടി. അപ്പം നമുക്ക് അന്ന് എന്നോട് പറഞ്ഞായിരുന്നു, മോശം സിനിമയൊന്നും ചെയ്യണ്ട, നല്ല സിനിമകൾ ചെയ്താൽ മതി. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മമ്മൂക്കയുടെ കൂടെ നല്ലൊരു ഇതുപോലത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. മണികണ്ഠൻ എപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഹൈപ്പർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ പ്രേക്ഷകർ കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു പ്രമേയത്തിൽ വരാൻ നേരത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തില് എത്തരത്തിലായിരുന്നു ഒരു പ്രസന്റേഷനും കാര്യങ്ങളും? എല്ലാവർക്കും നമസ്കാരം. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിയില്ല. ഇതിൻ്റെ ഒരു ഭാഗമായി ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം. പിന്നെ 15-ാം തീയതി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ പറയാൻ പറ്റും. ഈ സിനിമയിൽ ആ ചോദ്യത്തിന് വേണമെങ്കിൽ ഞാൻ ചെറിയൊരു മറുപടി. സിനിമ എടുക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലോ കളറിലോ ഒന്നും നമുക്ക് തോന്നില്ല. സിനിമയാണ്. സിനിമ കണ്ടതിന് ശേഷമല്ലേ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മനസ്സിലാവും. നമ്മൾ കുറച്ച് സീനുകൾ നമുക്ക് അഭിനയിക്കാന്നല്ലാതെ ഇത് എങ്ങനെ എടുക്കുന്നു എങ്ങനെ വരുന്നു നമുക്ക് അഭിനയിക്കുമ്പോൾ അറിയില്ല. അതാണ് പുള്ളി തപ്പിയത്. കറക്റ്റല്ലേ? അപ്പോൾ ഏകദേശം തീരാറായി കാര്യങ്ങൾ. ഈ പ്രസ് മീറ്റിന് പ്രത്യേകതയാണ്. നമുക്കൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല, അവിടെ നിന്ന് പറയാനും പറ്റുന്നില്ല. നിങ്ങൾ ഈ കണ്ട ചോദ്യമൊക്കെ ചോദിച്ചിട്ടാണ് ഈ പറഞ്ഞത്. അല്ല, അങ്ങനെയാണ്. ഏകദേശം 30 മിനിറ്റായി ചോദിക്കുന്നു. ഒന്നും ചോദിക്കില്ലെന്ന് പറയില്ല. സിനിമയെ അത് കൂടുതലും ചോദിച്ചത് നിങ്ങളല്ലേ? അല്ല, എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് വേണം കേട്ടോ നമുക്ക്. എന്നാലും കുറച്ച് ചോദിക്കാൻ കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ വേണം. ഇല്ലല്ല, ഈ റിലീസ് കഴിഞ്ഞിട്ട്. റിലീസ് കഴിഞ്ഞിട്ട് അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സിനിമ കണ്ടതിന് ശേഷം ചോദിക്കാനും പറ്റും. സിനിമ കണ്ടതിന് ശേഷമല്ലേ? കാണും എന്നിട്ട് നോക്കാനും. അപ്പൊ അങ്ങനെ കൂടെ ഉണ്ടാകാം. ശരി, ഒറ്റ ക്വസ്റ്റ്യൻ എല്ലാവരും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തരും? ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിൽക്കുക മുമ്പ് പറഞ്ഞ മാതിരി ഒന്ന് കണ്ടു നോക്കും, ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക് എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ഓഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ജസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കണ്ടാൽ എനിക്കറിയാം. അവിടെയുള്ള നടന്മാർക്ക് സാധിക്കാൻ കഴിയാത്തത് നമുക്ക് സിറந்த നടികൾ എന്നാണ് അതിന് നമുക്ക് എങ്ങനെ നോക്കിക്കണം? സിറந்த നടികരെന്നോ നിങ്ങളൊക്കെ ഇവിടെ പറയുന്നത് എൻ്റെ തമിഴാണെന്നേ ഉള്ളൂ. കൊള്ളാവുന്ന ഒരു ആക്ടർ. താങ്ക് യു. ശരി.